ഇരേപുരം താന്നി മയ്യനാട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ യാത്രാ സൗകര്യമായിരുന്നു ഈ വഴിയുള്ള യാത്ര. ഇതിപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങിയതിന് ശേഷം ഈ സ്തംഭിച്ച് നിൽക്കുകയാണ്. മയ്യനാട്ട് പോകാനുള്ളവരായാലും താന്നി പോകാനുള്ളവരായാലും 3 വട്ടം കറങ്ങിയാൽ പോലെ മാടന്നട വഴിയും ഒക്കെ. നമ്മൾ ഇന്ന് വരും നാളെ വരും നാളെ വരും ഇന്ന് വരും എന്നും പറഞ്ഞ് ഇതൊരു ചിരകാല സ്വപ്നമായിരുന്നു ഈ ഇരേപുരം നിവാസികളെ. ഈ ബ്രിഡ്ജ് നിർമ്മാണ പ്രവർത്തനം ഇടഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊന്ന് തീർത്ത് തന്ന വലിയ ഉപകാരമായിരിക്കും. ഈ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്ക് STL കമ്പനിക്കായി പുതിയ സബ് കോൺട്രാക്ടർ വന്നിരിക്കുകയാണ്. മധുര ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് പുതിയ സബ് കോൺട്രാക്ടർ വന്നിട്ടുള്ളത്. ആ കമ്പനി ഏകദേശം RT വാളിൻ്റെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു സൈഡിൽ ട്രെയിനിൻ്റെ വർക്ക് തുടങ്ങാനുണ്ട്. സ്ലാബിൻ്റെ വർക്കും കൂടി തുടങ്ങി. പരമാവധി വേഗം അന്തരീക്ഷമൊക്കെ നന്നായി നിന്നാൽ വളരെ വേഗം ഈ കാലാവസ്ഥ കൂടി ക്ലിയർ ആണെങ്കിൽ അല്ലേ, അന്തരീക്ഷം കൂടി വളരെ നമുക്ക് അനുകൂലമായി നിന്നാൽ വളരെ വേഗം ഈ പണി പൂർത്തിയാക്കാനാണ്. എന്നാലും ഒരു 3-4 മാസത്തിനകത്ത് അല്ലേ, ഏകദേശം 4 മാസമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിനും മുമ്പേ തീർക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് പണികൾ നടക്കുന്നത്. ഇപ്പം 3 സൈഡിൽ നിന്ന് പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. RT വാളിൻ്റെ പണി ഏകദേശം തുടങ്ങി കഴിഞ്ഞു. RT വാൾ കോൺക്രീറ്റ് കഴിഞ്ഞ് സെക്കൻഡ് ലിസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റാബിൻ്റെ വർക്ക് തുടങ്ങാൻ പോകുന്നു. അതുപോലെ നാളെ പുതിയ സ്റ്റീല് ടെക്സ്റ്റാബ് മെറ്റീരിയൽസ് എല്ലാം എത്തുന്നുണ്ട്. പരമാവധി വേഗം ഇരേപുരം പാലം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടീം വർക്ക് ചെയ്തിരിക്കുന്നത്.